ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് അഫ്ഗാനി പാൻറ്റ് എങ്ങനെയാണ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നതെന്നുള്ളത് നോക്കാം. ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് യൂസ്ഫുള്ളായും തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ വളരെ എളുപ്പമാണ്. ഇതിന് മെറ്റീരിയൽ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ കോട്ടൺ പോലുള്ള മെറ്റീരിയൽ, കോട്ടൺ അല്ലെങ്കിൽ പിന്നെ മസ്ലിൻ പോലുള്ളൊക്കെ മെറ്റീരിയൽ ഉപയോഗിക്കാം, സിൽക്ക് ടൈപ്പിലൊക്കെ ഉപയോഗിക്കാം. പക്ഷേ ഈ ജോർജറ്റ് ഷിഫോണൊക്കെ പോലുള്ള ഒഴുക്കൻ മെറ്റീരിയൽ ഉപയോഗിക്കാതിരിക്കുകയാണ് നല്ലത്. അപ്പം ഇത്ര ഒരു ഭംഗി കിട്ടില്ല. അതുകൊണ്ടാണ് ആ മെറ്റീരിയൽ സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണമെന്ന് പറയുന്നത്. ഇപ്പോൾ 2 മീറ്റർ ക്ലോത്ത് തന്നെ നമുക്ക് മതി. ഞാനിപ്പോൾ ഇത് കട്ട് ചെയ്തെടുത്തിട്ടുള്ള മെറ്റീരിയലാണ്. ഷോളിനും പാൻറ്റിനും സെയിം മെറ്റീരിയൽ, ടോപ്പിന് വേറെ അതേപോലെ എടുത്തതാണ്. നിങ്ങൾക്ക് ബിറ്റിലൊക്കെ സെറ്റിലൊക്കെ വരുന്ന പാൻറ്റ് ക്ലോത്ത് കൊണ്ടും ചെയ്യാം. 2 മീറ്റർ മെറ്റീരിയൽ തന്നെ ഇതിനും ആവശ്യമുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ തുണീനെ സാധാരണ പാൻറ്റ് തയ്ക്കാൻ വേണ്ടി മടക്കിയിടുന്ന പോലെ 4 മടക്കിയിടുക. എന്നിട്ട് പലാസോക്ക് നമ്മൾ അളവെടുക്കുന്നത് പോലെ തന്നെയാണ് ഇതിൻ്റെ മേലെ ഭാഗത്തൊക്കെ. ഞാൻ അപ്പോൾ അത് 1.5 ഇഞ്ച് ഒരു ലൈൻ വരച്ച് കണ്ടില്ലേ, ഇത് എലാസ്റ്റിക് കൊടുക്കാനുള്ളതാണ്. അവിടുന്ന് താഴോട്ടേക്കാണ് നമ്മൾ ഈ പാൻറ്റിന് വേണ്ട ഇറക്കം സെലക്ട് ചെയ്യുന്നത്. ഇറക്കത്തിൽ നമുക്ക് ടോട്ടൽ വേണ്ട ഇറക്കത്തിൽ നിന്ന് 1 ഇഞ്ച് കുറച്ചിട്ട് എടുത്താൽ മതി. ആ 1 ഇഞ്ച് നമ്മൾ താഴെ പട്ട കൊടുക്കുന്നുണ്ട്, അതുകൊണ്ടാണ് 1 ഇഞ്ച് കുറച്ചിട്ട് കൊടുത്താൽ മതി എന്ന് പറയുന്നത്. ഇനി പട്ട വീതി 1 ഇഞ്ചിൻ്റെ വീതി തന്നെയാണ് പട്ടക്ക് ഭംഗി ഉണ്ടാവുക. മാക്സിമം 1.5 ഇഞ്ച് മതി, അതിൽ കൂടുതൽ വീതി വേണ്ട കേട്ടോ. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അപ്പോൾ അത് കുറച്ചിട്ട് വേണം ഈ പാർട്ടിൽ പാൻറ്റിൻ്റെ ലെങ്ത്ത് എടുക്കാൻ. ഇപ്പോൾ 40 ടോട്ടൽ ലെങ്ത്ത് വേണ്ടതെന്ന് വിചാരിക്കുക. അപ്പോൾ ആ ബാൻഡിന് എലാസ്റ്റിക് ഇടാനുള്ള ലൈനിൻ്റെ താഴോട്ടേക്ക് നമ്മൾ 39 എടുക്കുക, 39.5 എടുക്കുക. അര നമ്മൾ പട്ട വെക്കുമ്പോൾ തയ്യൽ തുമ്പ് പോകുമല്ലോ, അതുകൊണ്ടാണ് 39 എടുക്കുക. പിന്നെ പട്ടയും വരുമ്പോൾ അത് കറക്റ്റ് ആയിക്കോളൂ കേട്ടോ. അപ്പോൾ ഞാനിതിൻ്റെ ക്രോച്ച് ഏരിയൊക്കെ പലാസോൻ്റെ പോലെ തന്നെ ആണ് കൊടുത്തിട്ടുള്ളത്. പലാസോൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിടാം, നിങ്ങൾക്ക് വേണേൽ ചെക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഒരുവിധ ആളുകളൊക്കെ അത് ചെയ്യുന്നതായിരിക്കുമല്ലോ. എന്നിട്ട് ഇതിൻ്റെ താഴെ ഭാഗം നമ്മൾ നല്ല വീതിക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ താഴെ ഭാഗം ഞാൻ കൊടുത്തിട്ടുള്ളത് 15 ഇഞ്ച് വീതിയാണ്. 4 മടക്കിയിട്ടാണ് കേട്ടോ 15 പറയുന്നത്. അപ്പോൾ നിവർത്തുമ്പോൾ 30 ഇഞ്ച് വീതി ഉണ്ടാവും. പിന്നെ നമ്മളതിനെ ചുരുക്കിട്ടിട്ട് ചെറുതാക്കി 15 എടുക്കണം. ഇനി ഞാൻ ഇതിന് പട്ടക്ക് ഈ ഒരു ഡിസൈൻ വരുന്ന രൂപത്തിലാണ് പട്ട കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. നിങ്ങൾ മെറ്റീരിയലിനനുസരിച്ചിട്ട് എടുക്കുക. ഇങ്ങനെ ബോർഡർ പോലെയൊക്കെ വരുമ്പോൾ ഒരു ഭംഗി, പ്രത്യേക ഒരു ഭംഗിയാണല്ലോ, അതുകൊണ്ടാണ് ഞാനിത് അങ്ങനെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ പട്ടക്കുള്ള വീതി തുണിക്ക് മൊത്തം നമ്മൾ ഇങ്ങനെ കവർ ചെയ്ത് വരേണ്ടതുണ്ട്. 1 ഇഞ്ച് വീതി നമുക്ക് തയ്ച്ച് കഴിഞ്ഞിട്ട് വേണം. അപ്പോൾ മൊത്തം 3 ഇഞ്ച് വീതി എടുത്ത് കഴിഞ്ഞിട്ടാകുമ്പോൾ പിന്നെ തയ്യൽ തുമ്പ് 2 സൈഡുമായിട്ട് 1 ഇഞ്ച് പോയി, ബാക്കി 2 ഇഞ്ചിനെ മടങ്ങിയിട്ട് 1 ഇഞ്ചിൻ്റെ വീതി നമുക്ക് കിട്ടുകയും ചെയ്യും. ഞാനിത് ബോർഡർ ഇങ്ങനെ ആക്കി എടുത്തത് കൊണ്ട് ആ ബോർഡർ കണക്കാക്കി തയ്ക്കാൻ വേണ്ടിയിട്ടാണ് അപ്പുറത്തും ഇപ്പുറത്തും തയ്യൽ തുമ്പോൾ കുറച്ചധികം നിങ്ങൾ കാണുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ ബോർഡറൊക്കെ നോക്കി അത് കട്ട് ചെയ്യുമ്പോൾ തന്നെ ആലോചിച്ചിട്ട് വേണം ചെയ്യാൻ. നമുക്ക് സ്റ്റിച്ചിങ്ങിലേക്ക് നീങ്ങുമ്പോൾ ഇതാ നമ്മൾ സാധാരണ പോലെ തന്നെ മേലെ വശം എടുത്തിട്ട് ആദ്യം നല്ല വശം ചേർത്ത് വെച്ച് ക്രോച്ച് ഏരിയകൾ തമ്മിൽ തയ്ച്ചു കൊടുക്കുക. നമ്മൾ പലാസോക്കും പെൻസിൽ പാൻറ്റിനൊക്കെ ചെയ്യുന്നില്ലേ, അതേപോലെ തന്നെ ചെയ്താൽ മതി. ക്രോച്ച് ഏരിയ 2 വശവും തയ്ച്ചു കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ എലാസ്റ്റിക് ഇടുക. അത് എലാസ്റ്റിക് ഇടുന്നത് ഞാൻ വീഡിയോയിൽ കാണിച്ചില്ല, വെറുതെ ലെങ്ത്ത് കൂട്ടുണ്ടല്ലോ. പക്ഷേ ഒരു കാര്യം ഞാനിതിൽ പറയുന്നുണ്ട്, കുറേ ആളുകൾ എപ്പോഴും എന്നോട് സംശയിക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ എലാസ്റ്റിക് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞിട്ടാകുമ്പം എലാസ്റ്റിക്കിൻ്റെ സെൻറ്ററിലേക്ക് കൂടി തയ്ക്കുമ്പോൾ എപ്പോഴും തുണി ഒരു വശത്തേക്ക് കുത്തിക്കൂടി കിടക്കണമെന്നുള്ള കുറേ ആളുകൾക്ക് പലതവണ സംശയത്തിന് മറുപടി കൊടുത്തതാണ്. ഞാൻ ഇതിലും കൂടി പറയാം കേട്ടോ. ഇങ്ങനെ നമ്മൾ ഇത്രയും തയ്ച്ചെടുത്തിട്ട് എലാസ്റ്റിക്കിൻ്റെ നടുവിലേക്ക് കൂടി തയ്ക്കുന്നതിന് മുമ്പ് ഇങ്ങനെ 2 കൈയിലും വെച്ചിട്ട് നല്ലോണം വലിക്കുക. അപ്പോൾ എന്താവുമെന്നറിയോ, ഈ എലാസ്റ്റിക്കിന് ചുറ്റും തുണി ഒരേ അളവിലെല്ലായിടത്തും എത്തും. നല്ലോണം വലിക്കുക. എലാസ്റ്റിക്കിന് എത്രത്തോളം വലിയാൻ കഴിയുമോ, തുണിയുടെ ഫുൾ വീതിക്ക് വലിയാലോ, അങ്ങനെ വലിക്കുക ഇങ്ങനെ. അപ്പോൾ എല്ലാ ഭാഗത്തും തുണി ഒരേപോലെ എത്തും. അതിന് ശേഷം വേണം നമ്മളിതിനെ മെഷീനിലേക്ക് ഇങ്ങനെ വെച്ച് പ്രഷർ ഫുട്ട് താഴ്ത്തി സൂചി കുത്തി നിർത്തിയിട്ട് ഒരു കൈ കൊണ്ട് നമ്മളെ വലത്തെ കൈ കൊണ്ട് മുന്നോട്ടേക്ക് ഇവിടെ പിടിക്കുക, ഇടത്തെ കൈ കൊണ്ട് ബാക്കോട്ടേക്കും വലിച്ചു പിടിച്ചിട്ട് തയ്ക്കണം കേട്ടോ, എന്നാലേ അത് ശരിയാവുള്ളൂ. എപ്പോഴും ശ്രദ്ധിക്കുക. അത് തയ്ച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് ഈ കാലിൽ കണ്ടില്ലേ, കാലിൻ്റെ വീതി ഇപ്പോൾ 15 ഇഞ്ച് ഉണ്ട് കാണുന്നത്. അതിനെ നമ്മൾ നിവർത്തിയാൽ 30 ഇഞ്ച് ഉണ്ടാവും കേട്ടോ താഴെ ഭാഗത്തെ വീതി.
അത് നമ്മൾ ചുരുക്കിട്ട് 15ലേക്ക് ആക്കിയെടുക്കുക, അതായത് നേർപകുതി ആക്കിയെടുക്കുക. ഞാനിപ്പോൾ ചുരുക്ക് കൊടുത്തത് ഓരോ ഇഞ്ച് ഗ്യാപ്പിൽ ചുരുക്ക് ഇങ്ങനെ കൊടുത്തതാണ്. ഇങ്ങനെ ചുരുക്കിട്ടതിന് ശേഷം ഇങ്ങനെ മടക്കി ഇസ്തിരി ഇട്ട് കഴിഞ്ഞാൽ, അയൺ ചെയ്ത് കഴിഞ്ഞാൽ നല്ല വൃത്തിയിൽ നിൽക്കും. അപ്പം നമുക്ക് പിന്നെ എപ്പോഴും അതേപോലെ തന്നെ ചെയ്ത് നല്ല ലുക്കായിരിക്കും കാണാൻ. ഞാനിപ്പോൾ ഇസ്തിരി ഇട്ടിട്ടൊന്നുമില്ല, ഞാൻ പറയാണേ. അങ്ങനെ ചെയ്താൽ കുറച്ചും കൂടി ഭംഗിയായിരിക്കും. അപ്പം ചുരുങ്ങി, അപ്പം 30 ഇഞ്ച് വീതിയുള്ളതിന് 15 ഇഞ്ചാക്കി നമ്മൾ ചുരുക്കി കേട്ടോ. പ്ലീറ്റ് ഇട്ടിട്ട് ചുരുക്കി. 15ലും കുറയ്ക്കരുത്, അപ്പം നമുക്ക് കാല് കയറില്ല. കാരണം തയ്യൽ തുമ്പ് 2 വശത്തും ഓരോ ഇഞ്ച് പോയി കഴിഞ്ഞിട്ടാകുമ്പോൾ പിന്നെ അത് 13 ഉണ്ടാവുള്ളൂ. 13 ഉണ്ടായാൽ മാത്രമേ മടമ്പിലേക്ക് കൂടി കയറുള്ളൂ. ഇനി നമ്മൾ ഈ ബോർഡർ വെക്കാൻ, അതായത് പട്ട വെക്കാനുള്ള ഈ പീസിനെ എടുത്തിട്ട് ആദ്യം നല്ല വശത്ത് വെച്ചിട്ട് 1/2 ഇഞ്ച് തയ്യൽ തുമ്പിൽ ആ പ്ലീറ്റ് ഇട്ട ഭാഗവും ഇതും കൂട്ടി തയ്ക്കുക. എന്നിട്ട് അടിയിലേക്ക് മടക്കിയിട്ട് പതിച്ചും തയ്ച്ചു കൊടുക്കുക. അതൊന്നും ഒരു പ്രയാസവും ഇല്ലാത്ത പണിയാണ്. ബോർഡർ കറക്റ്റാക്കി വെക്കാൻ ശ്രദ്ധിക്കുക. ബോർഡർ നിങ്ങൾക്ക് ഏത് ബോർഡറാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ആ ബോർഡറിൻ്റെ 2 സൈഡിലും 1/2 ഇഞ്ച് തയ്യൽ തുമ്പുണ്ടായാൽ മതി കേട്ടോ. അപ്പോൾ ഇങ്ങനെ ബോർഡർ ആക്കിയിട്ട് കൊടുക്കാൻ എളുപ്പമാണ്. അതെ, തയ്ച്ച് കഴിയുമ്പം ഇങ്ങനെ ഉണ്ടാവും കേട്ടോ. ബോർഡർ കറക്റ്റായിട്ട് വന്ന് ആ പ്ലീറ്റും കൂടി ഇസ്തിരി ഇട്ട് കഴിയുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും. അത് ഈ പട്ടൻ്റെ നീളം നമ്മൾ വീതി ഞാൻ പറഞ്ഞെന്നല്ലോ, 3 ഇഞ്ച് എടുത്താൽ തന്നെ ധാരാളം ഉണ്ടാവും. പിന്നെ നീളം 15 ഇഞ്ച് ഉണ്ടായാൽ മതി. അപ്പം ഈ ചുരുക്കിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് കൊള്ളിക്കുമ്പോൾ പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. എന്നിട്ട് നമ്മൾ സാധാരണ പലാസോ പാൻറ്റും പെൻസിൽ പാൻറ്റും ഒക്കെ തയ്ക്കുന്നത് പോലെ താഴെ ഭാഗത്ത് നിന്ന് കാല് മുതൽ മേലോട്ടേക്ക് ഇങ്ങനെ തയ്ച്ച് വരിക. മനസ്സിലായില്ലേ? പട്ടൻ്റെ അവിടെ കണ്ടില്ലേ വീതി നമുക്ക് എത്രത്തോളം പിന്നെ മടമ്പ് കയറാൻ എത്ര വേണം അത് കണക്കാക്കി എടുത്താൽ മതി കേട്ടോ. ഇത് താഴെ നിന്ന് ഇങ്ങോട്ടേക്ക് തയ്ച്ച് വരിക. ക്രോച്ച് ഏരിയയിൽ നിന്ന് കുത്തി നിർത്തി തിരിച്ച് മറ്റേ കാലിലേക്ക് കൂടി താഴോട്ടേക്ക് ഇറങ്ങിപ്പോകും. എത്രയേ പണിയുള്ളൂ. ചെറിയ കുട്ടികളുണ്ടല്ലോ, ഒരു 2 വയസ്സ് 3 വയസ്സുള്ള കുട്ടികൾക്ക് ഇങ്ങനത്തെ പാൻറ്റ് അടിച്ച് ഇട്ട് കൊടുത്താൽ നല്ല ഭംഗിയാവില്ല, കാണാൻ ഭയങ്കര ക്യൂട്ടായിരിക്കും. മാത്രമല്ല മറ്റേ പാൻറ്റുകൾ കാലിൻ്റെ അടിയിലേക്ക് പോയിട്ടുള്ള ബുദ്ധിമുട്ട് ഈ പാൻറ്റ് ആകുമ്പോൾ ഉണ്ടാവില്ല. അത് താഴെ ഭാഗം ഇങ്ങനെ കുടുങ്ങി നിൽക്കുമല്ലോ. ഇനി നല്ലോണം കുടുക്കിയിട്ടാവണമെങ്കിൽ നമുക്ക് ഈ ബാൻഡിൻ്റെ താഴെ ഭാഗം ബട്ടണാക്കി കൊടുക്കുക. അപ്പോൾ അങ്ങനെ എന്താ പറയുക, നമ്മൾ കയ്യിനൊക്കെ താഴെ ഓപ്പൺ ആക്കിയിട്ട് ഹുക്ക് കൊളുത്തൊക്കെ കൊടുക്കും, അതേപോലെ ആക്കി കൊടുക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ നല്ല രസമുണ്ടാകും. കുട്ടികൾക്ക് ഇറക്കം കുറഞ്ഞ ടോപ്പും ഈ പാൻറ്റും ഇട്ടൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല രസമുണ്ടാകും കുട്ടികളെ കാണാൻ. അവർക്ക് ഇട്ട് നടക്കാനൊരു സുഖമാണ്. അപ്പോൾ ഫൈനലി ഇതിൻ്റെ ഡ്രസ്സിൻ്റെ ലുക്ക് ഇങ്ങനെയാണ് വരിക. ഇത് ചെയ്യുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നല്ല ലെങ്ത്തിൽ ടോപ്പ് അടിക്കണ്ട. എൻ്റെ ടോപ്പ് നിങ്ങൾ നോക്കണ്ട, പക്ഷേ ലെങ്ത്ത് പാൻറ്റ് ഏകദേശം ഒരു 10-12 ഇഞ്ച് കാണുന്ന രൂപത്തിലാകുമ്പോഴാണ് ഡ്രസ്സിന് കൂടുതൽ ലുക്ക് ഉണ്ടാവുക. പറഞ്ഞാൽ മനസ്സിലായ? ടോപ്പ് നല്ല ലെങ്ത്ത്, ഈ ഒരു ലെങ്ത്ത് പാൻറ്റ് കാണണം, അപ്പോഴാണ് അതിൻ്റെ പാൻറ്റിൻ്റെ ഭംഗി ഉണ്ടാവുക. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്നും പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോയിൽ കാണാം. ഇനി നമ്മൾ പെരുന്നാൾ കഴിഞ്ഞിട്ട് പുതിയ സ്റ്റിച്ചിങ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സ്റ്റുഡൻസിനൊക്കെ ചേരാവുന്നതാണ്. ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ബൈ, അസ്സലാമു അലൈക്കും.